ഹായ് ഫ്രണ്ട്സ്, ജാസ് ചാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ വന്നിരിക്കുന്നത് ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ഐറ്റങ്ങൾ. അപ്പൊ നമ്മൾ നല്ല മഞ്ഞൾപ്പൊടിയാണ് മേടിച്ചിരിക്കുന്നത്. നല്ല ഒറിജിനൽ മേടിച്ചതല്ല, ഒരു വീട്ടുകാരുടെ കൃഷിയാണ്. അപ്പൊ അവരിപ്പോ അത് വിളവെടുത്തപ്പോഴത്തേക്കും പൊടിച്ച് നമ്മൾ അത് മേടിച്ചു. അത്യാവശ്യം പരിചയക്കാർക്ക് കൊടുക്കുന്നു. അല്ലാതെ ഈ നമ്മൾ പൊടിക്കുന്ന സ്ഥലത്ത് നിന്നൊന്നുമല്ല, അവര് തന്നെ പൊടിപ്പിച്ച് കൃഷി ചെയ്യുന്നതാണ്. കൃഷി എടുത്ത് നമുക്ക് തോട്ടങ്ങളുണ്ട്, മഞ്ഞളും. അപ്പൊ ആ മഞ്ഞൾപ്പൊടി നല്ല നല്ല ഒറിജിനൽ സാധനമാണ്. അത് ഞാൻ ചില്ലുപ്പിക്കകത്തിട്ട് വെച്ചു. അപ്പൊ ആന്റി പറഞ്ഞ അജിതാന്റിയാണ് സപ്പോർട്ട് ചെയ്തത്. അവിടെ ഉപയോഗിക്കണേ തന്നെ ഇടണമെന്ന് പറയാം. അപ്പൊ ചില്ലുപ്പിലിട്ടു, ബാക്കി വേറൊരു ഉപ്പിലിടാം. അതുപോലെ തന്നെ നമ്മളുടെ കുരുമുളക് കിട്ടുന്ന കുരുമുളകിനൊന്നും ഒരു എരിവില്ല. പഞ്ഞിക്കുരു പോലെയാണ് ഈ കുരുമുളകിലെ ഏറ്റവും കൂടുതൽ മായം വിലയുള്ള സാധനം. ഇത് നല്ല ഒറിജിനൽ കുരുമുളക്. ഇത് 2 കിലോയാണ്. 2 കിലോ മേടിച്ചിട്ടുണ്ട് നമ്മൾ. നല്ല കുരുമുളകാണ്. അപ്പൊ നമ്മളുടെ ഭക്ഷണങ്ങൾക്ക് തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായാലും സ്വിഗ്ഗിയിൽ ഭക്ഷണം ഓർഡർ ഏത് കാര്യത്തിനായാലും ഇങ്ങനെയുള്ള ക്വാളിറ്റി സാധനങ്ങളാണ് ജാസച്ചാൻ കിച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നല്ല പൊടികളൊക്കെയാണ്. മല്ലിപ്പൊടി ആണെങ്കിലും അങ്ങനെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമുക്ക് അങ്ങനെ നല്ല തന്നെ കിട്ടണത് പൊടിക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ നമുക്ക് പല രോഗവും അല്ലെ, പല പ്രയാസവും. അപ്പൊ ആന്റിക്ക് താങ്ക്സ് അല്ലെ, മേടിച്ചത് ആന്റിക്ക് താങ്ക്സ്. നമുക്കറിയില്ല അങ്ങനത്തെ അറിവുകൾ നമ്മളായിട്ട് പങ്കുവെച്ച് തന്നത് കൊണ്ട് ഇതാണ്. അതുപോലെ കൊടംപുളി ആയാലും നമ്മൾ നാടൻ കൊടംപുളി തന്നെയാണ് കറിക്ക്, മീൻ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുരുമുളകാണേ. കുരുമുളക്, മഞ്ഞൾപ്പൊടി.